ഹേയ് ഗായ്സ്, നോമ്പൊക്കെ ആണല്ലോ വരുന്നത്. നമുക്ക് അത്താഴത്തിന് പറ്റിയ 3 സിമ്പിളായിട്ടുള്ള കറികൾ നോക്കിയാലോ. ഫസ്റ്റ് നമ്മളിവിടെ തൈര് കറിയാണ് നോക്കുന്നത്. അതിന് കടുകും ഉണക്കമുളകും എണ്ണയ്ക്ക് ഇട്ടതിന് ശേഷം കറിവേപ്പിലയും ഉള്ളിയും നമുക്ക് ആഡ് ചെയ്യാം. ഉള്ളി നല്ല സോട്ടായതിനു ശേഷം നമുക്ക് വെളുത്തുള്ളി ആഡ് ചെയ്യാം. പച്ചമുളകും തക്കാളിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം വഴണ്ട് വന്നതിന് ശേഷം നമുക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. കൂടെ ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും. സ്റ്റൗ ഓഫ് ചെയ്ത് കറി ചൂടാറിയതിന് ശേഷം നമുക്ക് തൈര് ആഡ് ചെയ്യാം. ഇത്രേ ഉള്ളൂ, സിമ്പിളല്ലേ? അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ചിരങ്ങക്കറിയാണ്. ചിരങ്ങ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തതിനു ശേഷം ഉപ്പും ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിക്കാം. എന്നിട്ട് വേവിക്കാൻ വെക്കാം. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ചെറിയ ഉള്ളി, മുളകും തേങ്ങയും കൂടി നമുക്ക് അരച്ചെടുക്കാം. കറി തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഈ അരപ്പ് അതിലേക്ക് ഒഴിക്കാം. അതിന് ശേഷം കടുകും ഉണക്കമുളകും കറിവേപ്പിലയും താളിച്ച് ഒഴിക്കാം. കൂടുതൽ മസാല ഒന്നുമില്ലാത്ത കറികളാണ്, അതുകൊണ്ട് തന്നെ നോമ്പ് സമയത്ത് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കുകയും ചെയ്യാം, കഴിക്കുകയും ചെയ്യാം. നിങ്ങൾക്ക് ഈ റെസിപ്പീസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അടുത്തത് നമ്മൾ സിമ്പിളായിട്ടുള്ളൊരു മത്തൻ കറിയാണ് നോക്കുന്നത്. മത്തൻ ചെറിയ പീസായിട്ട് മുറിച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് 3 പച്ചമുളക് ആഡ് ചെയ്യാം. കൂടെ ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളം കൂടി ആഡ് ചെയ്യാം. ഒന്ന് തിളച്ചതിന് ശേഷം നമുക്കൊരു 1/2 കപ്പ് കന്നിട വെള്ളം ആഡ് ചെയ്യാം. ശേഷം കടുകും ഉണക്കമുളകും കറിവേപ്പിലയും കൂടി കൂട്ടിയിട്ട് താളിക്കാം.